ഇറ്റാലിയൻ ദർശകനായ പിയറിന ഗില്ലയ്ക്ക് ഉണ്ടായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ റോസാ മിസ്റ്റിക്ക പ്രത്യക്ഷീകരണം സാധുവെന്ന് പ്രഖ്യാപിച്ച് വത്തിക്കാൻ. സഭയുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമായ ദൈവശാസ്ത്രപരമോ ധാർമ്മികമോ ആയ ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടില്ല എന്ന് വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പറഞ്ഞു. വടക്കൻ ഇറ്റലിയിലെ ബ്രസിയയിലെ ബിഷപ്പ് പിയന്റാനിയോ ഡെമട്രലേക്ക് അയച്ച മാർപ്പാപ്പ അംഗീകരിച്ച കത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ ആത്മീയ അനുഭവവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ നിഷേധാത്മകമായ ധാർമ്മിക വശങ്ങളോ വിമർശനത്തിന് ഇടയാക്കുന്ന ഘടകങ്ങളോ ഇല്ല എന്നും വത്തിക്കാൻ വ്യക്തമാക്കി. 1991 80-ാം വയസ്സിൽ അന്തരിച്ച പിയറിന ഗിൽ 1947-ലും 1966-ലും ബ്രസീലിയയിലെ ഹോണ്ടനെല്ല പട്ടണത്തിൽ വെച്ച് പരിശുദ്ധ കന്യകയിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചതായി അവകാശപ്പെട്ടു. പരിശുദ്ധ മാതാവിൻ്റെ വസ്ത്രത്തിൽ 3 റോസാപ്പൂക്കൾ കണ്ടതായി പിയറിന അവകാശപ്പെട്ടു. ഒന്ന് വെള്ള, ഒന്ന് ചുവപ്പ്, ഒന്ന് മഞ്ഞ. ഇവ യഥാക്രമം പ്രാർത്ഥന, തപസ്, കഷ്ടപ്പാട് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. 1966 മെയ് 13 കന്യകാമറിയം പിയറിനയ്ക്ക് ശുദ്ധീകരണത്തിൻ്റെയും കൃപയുടെയും സ്ഥലമായി ഒരു ജലധാരയെ കാണിച്ചു കൊടുത്തു. എന്നാൽ 2019 വരെ ഈ വസ്തുതകൾ ആധികാരികമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവളുടെ മാതൃമാധ്യസ്ഥതയുടെ അർത്ഥത്തിലാണെന്നും ദൈവകൃപ സ്വീകരിക്കാൻ തക്കവിധം നമ്മെ എപ്പോഴും യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്നുവെന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി.